ഹലോ ഗേസ്, അപ്പോൾ നമ്മളിന്ന് വളാഞ്ചേരി പോവാം കേട്ടോ. സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് വിളക്കൊക്കെ വെച്ചു, കറണ്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഉള്ളതൊന്നും പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇന്നെന്താ നാണിച്ചതല്ലാതെ. അപ്പോൾ മഴ ഉണ്ട്, നമ്മൾ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ചപ്പയും തന്നെ വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ പോയിട്ട് വരാം കേട്ടോ. ഇന്ന് മൊത്തം കറണ്ടിൻ്റെ ഒരു കളിയായിരുന്നു കേട്ടോ. വരും പോവും അങ്ങനെ ആയിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഏതായാലും ഉള്ളിൽ നിന്നിട്ട് നമുക്കൊന്നും പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല, കാണില്ല, ക്ലിയർ ഉണ്ടാവില്ല. ഇതാ പുറത്തിറങ്ങിയിട്ട് നമ്മളൊന്ന് ഇൻട്രോ ഒക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ സമയമാകുമ്പോൾ നല്ല ബ്ലോക്കാണ്, എന്നാലും വലിയൊരു കുഴപ്പമുണ്ടായിരുന്നില്ല എന്ന് വിചാരിച്ചിട്ടുണ്ട് ഇറങ്ങി പോയതാട്ടോ. നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ കുളമംഗലം ഒരു 3 കൂടിയ ഭാഗം കേട്ടോ. ഇതിൻ്റെ അപ്പുറത്താണ് നമ്മുടെ ലീമാക്സ് അല്ലേ പോവാറുള്ള സൂപ്പർ മാർക്കറ്റ്, അത്. വളാഞ്ചേരിയൊക്കെ എത്തി നമ്മൾ നേരെ മാർക്കറ്റിലേക്കാണ് പോയത്. ഇതാണ് നമ്മുടെ വളാഞ്ചേരി മാർക്കറ്റ്. അപ്പം മീനുകളൊക്കെ കുറച്ചൊക്കെ കുറവാണ്, എന്നാലും ഉണ്ട് കേട്ടോ. ഒക്കെ വലിയ വലിയ മീനുകളാണ്. നമ്മുടെ ബഡ്ജറ്റിലേക്ക് ഒതുങ്ങുന്ന മീനുകളൊന്നും ഇല്ല. മത്തിക്കൻ്റെ 300 സംതിങ് ഒക്കെയാണ്. ഇവിടെ നിന്നാണ് നമ്മൾ സ്ഥിരമായിട്ട് മീൻ വാങ്ങിക്കൊണ്ടിരിക്കണേ. അപ്പോൾ അവിടെ എത്തിയിട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ അവരിങ്ങനെ അയിലക്കണയെന്നോ അങ്ങനെ എന്തോ പറയുന്ന ഒരു മീനാ 120 രൂപയ്ക്ക് 2 എണ്ണം, കുഴപ്പമില്ലാത്ത തരത്തിൽ വലിയ മീനായിരുന്നു. അപ്പോൾ അത് മേടിക്കാമെന്ന് വിചാരിച്ചു. അവരവിടെ നിന്ന് തന്നെ വെട്ടിത്തരും കേട്ടോ മീൻ. അപ്പോൾ പരിചയമുള്ളതുകൊണ്ട് തന്നെ കുഴപ്പമൊന്നുമില്ല, വാങ്ങണ മീനൊക്കെ എപ്പോഴും നല്ല തന്നെ ആവും കേട്ടോ. അപ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ ഒരിടത്തുനിന്ന് വാങ്ങുമ്പോൾ അങ്ങനെ നമ്മൾ അവർ പറ്റിക്കൊന്നുമില്ല, പൊട്ട മീനൊന്നും തരില്ലല്ലോ അങ്ങനെ കേട്ടോ. അപ്പോൾ ഇവിടെ എനിക്ക് വന്നു കഴിഞ്ഞാൽ നല്ല ഇഷ്ടം, എന്താ പറയുക, ഇവർ ഈ മീൻ വെട്ടണ കാണാൻ വേണ്ടി നല്ല ഇഷ്ടമാണ് കേട്ടോ. കത്തിക്ക് നല്ല മൂർച്ചയായിരിക്കും. അങ്ങനെ മീനൊക്കെ വാങ്ങി വെട്ടി തന്നു. നമ്മൾ നേരെ പലചരക്ക് കുറച്ച് മേടിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിലാണല്ലോ നമ്മൾ വാങ്ങിയത്. അപ്പോൾ ഈ ആഴ്ചയിലാകുമ്പോഴേക്കും എല്ലാവിധം ഒരു ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മേടിച്ചു. പിന്നെ നേരെ പച്ചക്കറി കടയിലേക്ക് പോയി. അവിടുന്ന് നമ്മളിതാ നോക്കി ഞാൻ ഓരോന്നിൻ്റെ വില ചോദിച്ചിട്ടാണ് കേട്ടോ മേടിക്കുക. എത്രയാണെന്ന് ചോദിച്ചിട്ട് എനിക്കതിൽ ഒതുങ്ങണം. അത് ഒട്ടുമിക്ക എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും. ചിലരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇന്ന സാധനം ഇത്ര കിലോ എന്ന് പറഞ്ഞിട്ട് മേടിക്കും. അത് എനിക്കതിനിപ്പോൾ കയ്യിൽ കാശുണ്ടെങ്കിലും ഇല്ലെങ്കിലും എനിക്കത് ചോദിച്ചിട്ട് അറിഞ്ഞിട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനക്കേടാ. പിന്നെ ഒട്ടുമിക്ക പച്ചക്കറി ഞാൻ തന്നെയാണ് തിരഞ്ഞെടുക്കുക. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയും ചിലതൊക്കെ പൊട്ടയായിരിക്കും കേട്ടോ. ഇവിടുത്തെ നല്ല കേട്ടോ, ഈ കടയിലത്തെ ഒരു കടയിലല്ല പറയണത്, മിക്കതും വാങ്ങുമ്പോൾ അങ്ങനെ ആയിരിക്കും. എന്താ വെച്ചാൽ അവർ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. അപ്പോൾ പിന്നെ നമ്മളേതായാലും കാശ് കൊടുത്തിട്ട് മിന്നൊക്കെ ആയിരിക്കും മേടിക്കുക. അത് പകുതി പൊട്ടായുണ്ടാന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ അപ്പുറത്തുനിന്ന് നെയ് മീറ്റിംഗ് ചലഞ്ചിലേക്ക് 2-3 സാധനം മേടിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു, റംബൂട്ടാനൊക്കെ. അത് വാങ്ങിയിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. അപ്പം നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ എന്തായാലും ഇപ്പോൾ ഒരുക്കി പെറുക്കിക്കാൻ നിൽക്കുന്നില്ല, നമ്മൾ കറി വെച്ചിട്ടില്ല. അപ്പം എന്തെങ്കിലുമൊക്കെ തട്ടി കൂട്ടിയിട്ട് നമുക്ക് കറി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഫുഡ് നല്ല കഴിച്ചിട്ടുണ്ട്. ഫുഡ് കഴിച്ചിട്ട് നമുക്കിതൊക്കെ ഒന്ന് അതാത് സ്ഥലത്ത് വയ്ക്കാം. അപ്പം തൽക്കാലം ഇപ്പോൾ കുറച്ച് പയറുപ്പേരി ഉണ്ടാക്കാമല്ലേ കുട്ടി? കുറച്ച് മതി. ഇത് വന്ന് നമുക്ക് 3 ആൾക്കും അല്ലേ മതി. ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ ഞാൻ എടുക്കണുള്ളൂ, ബാക്കിയൊക്കെ അവിടെ കൊണ്ടുവയ്ക്കാം. കുറച്ച് കഴിഞ്ഞിട്ട് ഒക്കെ വയ്ക്കാം. ഓക്കെ, അതിൻ്റെ മുന്നേ മുട്ട മസാല ആക്കാമെന്ന് വിചാരിക്കുന്നത്. നമുക്കിതൊന്ന് കഴുകിയിട്ട് ഇത് വേവാൻ വെക്കുന്ന സമയം കൊണ്ട് ബാക്കിയൊക്കെ അരിയലും കാര്യങ്ങളൊക്കെ ചെയ്യാം. കയ്യിൽ എങ്ങനെ മഷിയായണം, അവരെ സ്കൂളിലെ പിള്ളേരെ പോലെ ആയതുകൊണ്ട് കൈ. മോളെന്താ കാട്ടി? പെണ്ണെടുത്തോ? പിന്നെ എങ്ങനെ മാർക്കർ എന്തേലും അല്ലെങ്കിൽ എവിടെയും കൈ വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഞാൻ മുട്ട വെച്ചു, വെള്ളം ഒഴിച്ചു, കുറച്ച് ഓയിൽ ഒഴിച്ചു. ഇതങ്ങോട്ട് കഴിഞ്ഞാൽ കേട്ടോ. നമുക്ക് ആദ്യം തന്നെ ഉപ്പേരിക്കുള്ളത് കണ്ട അരിയാട്ടോ. നമുക്ക് പയറൊക്കെ വേഗം അരിഞ്ഞെടുത്തിട്ട് ഉള്ളി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കാം. പയറുപ്പേരി ഉണ്ടാക്കാം, പിന്നെ ഒരു മുളക് വറുത്തപ്പുളി, അങ്ങനെ കുറച്ച് എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി നമുക്ക് വേഗം ഉണ്ട് സെറ്റ് ചെയ്യാം. എന്ന് ഉച്ചയ്ക്ക് ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല, അതിന് തല നല്ല വേദന എടുക്കും. ഇല്ലാഞ്ഞിട്ടല്ല കേട്ടോ, കഴിക്കാഞ്ഞിട്ടാണേ. കുഞ്ഞുകുഞ്ഞായി നമുക്ക് പയറൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചു കേട്ടോ. ഞാനിങ്ങനെ കുനുകുനാന്നാണ് പയർ കുറച്ചുണ്ടെങ്കിൽ അരിയാട്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ കൈ കൊണ്ട് പൊട്ടിക്കും. മിക്കതും ഞാനിങ്ങനെ അരിയാണ് ചെയ്യുക. പിന്നെ നമുക്ക് കുറച്ച് ചെറിയുള്ളിയും വെളുത്തുള്ളിയൊക്കെ ഉണ്ടാക്കേണ്ടി വന്നായിരുന്നു. ഏതായാലും അവിടെ ഇരുന്നിട്ട് തന്നെ അങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. നിൽക്കുമ്പോൾ അല്ലേ ഈ ഒരു കിച്ചൺ ടാബിന് ഹൈറ്റ് കുറവാണ്, എനിക്ക് ഹൈറ്റ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെ കുനിഞ്ഞ് നിന്നിട്ട് എനിക്കിങ്ങനെ പുറം വേദനിക്കും. എനിക്ക് വല്ലാണ്ട് ഇവിടെ തന്നെ നിന്നിങ്ങനെ കുക്ക് ചെയ്യുമ്പോഴേ എനിക്ക് ഓക്കെ അല്ല ഈ ഒരു കിച്ചൺ ടാബ്. നമ്മൾ കുറച്ച് നമ്മുടെ ഹൈറ്റിനനുസരിച്ച്, നമ്മുടെ വീടല്ലല്ലോ, നമ്മൾ ഉണ്ടാക്കിയതൊന്നുമല്ലല്ലോ, അപ്പോൾ പിന്നെ അതിനനുസരിച്ചല്ലേ കിട്ടുള്ളൂ. പക്ഷേ അത് നിൽക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇരിക്കുകയും ചെയ്യും, ഇരുന്ന് കഴിഞ്ഞാൽ അടുത്ത നിൽക്കുകയും ചെയ്യും.
ചെയ്യും. അങ്ങനെയൊക്കെ ആയിട്ട് നമ്മുടെ ചെറുള്ളിയും വെളുത്തുള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടുന്ന് അതിൻ്റെ പൊടിയും കാര്യങ്ങളും തോലൊക്കെ എടുത്ത് കളഞ്ഞൊന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടു. ഇനി നമുക്ക് പയർ കഴുകിയിട്ട് ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് നോക്കണം. മുട്ട നമ്മൾ വെച്ചിട്ട് അത് ആവണം കേട്ടോ, വിസിൽ വരുന്നുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് അത് അങ്ങോട്ട് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഉള്ള സമയം പോകണ്ടല്ലോ, നൈറ്റായി. ഈ പകലില്ലേ നമ്മൾ ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ വലിയ പാടാണ് കേട്ടോ. നമ്മൾ ഈ കർക്കിടക ശങ്കര അതിൻ്റെ ഒരുക്കാനും പെറുക്കാനൊക്കെ ആയിട്ടേ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടിയിട്ട് അങ്ങനെ വെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ മുളകുറുത്തപ്പൊടിയിലേക്കുള്ള ചെറുള്ളിയും വെളുത്തുള്ളിയും പിന്നെ വറ്റൽമുളകും കൂടെ ചതച്ച് വെച്ചു കേട്ടോ. ഇനി ചട്ടി വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടാകുമ്പോൾ കടുക് പൊട്ടിക്കുക. പിന്നെ കുത്തി വെച്ചിരിക്കുന്ന ചെറുള്ളിയും വെളുത്തുള്ളിയും വറ്റൽമുളകും കൂടെ ഇട്ട് മൂപ്പിക്കുക. വേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതൊരു സൂപ്പർ ടേസ്റ്റ് കറിയാണ്. എൻ്റെ അമ്മയുടെ നാട്ടിലെ ഒറ്റപ്പാലത്തൊക്കെ എപ്പോഴും ഞങ്ങൾ അധികം കൂട്ടിയിട്ടുള്ളത് അവിടെ പോയിട്ടാണ് കേട്ടോ. ഇവിടെ ആർക്കും ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അറിയില്ല ഇത് എന്ത് കറിയാന്ന് ചോദിക്കും കേട്ടോ. ഈ ഒരു ഇങ്ങനെ ഒരു പുളിവെള്ളം, അതിൽ കഷ്ണങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. പക്ഷെ ഉണക്കമീൻ്റെ കൂടെ സൂപ്പറാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. മുട്ട മസാലയുടെ കൂടി അടിപൊളിയാണ്. ഞങ്ങൾക്കിത് ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു കറി. എന്തെങ്കിലും ഇല്ലാത്ത സമയത്ത്, നമ്മുടെ വീട്ടിൽ പച്ചക്കറിയൊന്നും ഇല്ലാത്ത സമയത്ത് അല്ലെങ്കിൽ പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്നത് ഇതാണ് കേട്ടോ. നമ്മുടെ ചെറുള്ളിയും വെളുത്തുള്ളിയും വേപ്പിലയും പിന്നെ വറ്റൽമുളകൊക്കെ ഇട്ട് കൊടുത്താൽ അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് പുളിവെള്ളം പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അധികം ഓവർ പുളിയാവരുത്. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനും പാകത്തിനും അനുസരിച്ച് എനിക്ക് വെള്ളവും കാര്യങ്ങളൊക്കെ ഒഴിച്ചു കൊടുത്ത് ഉപ്പ് ഇട്ടിട്ട് അത് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വിട്ടുക. അത് തിളച്ച് കഴിഞ്ഞാൽ പുളിവെള്ളം വേവേണ്ട ഒരു താമസം ഇവിടെ മുളക് വറുത്ത് പുളിക്കി കിട്ടുക. അപ്പോൾ അതങ്ങോട്ട് റെഡിയാവും. അപ്പം ഇനി ഏതായാലും അത് തിളയ്ക്കുന്ന സമയം കൊണ്ട് അപ്പുറത്തൊരു പാനിൽ വെച്ചിട്ട് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് നമ്മുടെ പച്ചമുളകും വേപ്പിലും കൂടെ ഇട്ട് കൊടുത്തു. അതും കൂടെ മൂത്ത് വന്നപ്പോൾ നമ്മുടെ പയറില്ലേ, കഴുകി വെച്ചിരിക്കുന്ന പയറും കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട്, കുറച്ചല്ല പാകത്തിന് ഉപ്പും കൂടെ ഇട്ടെടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് അടച്ച് വെച്ച് സിമ്മിൽ അങ്ങനെ വേവട്ടെ. പയറിൽ ഞാൻ വെള്ളം ഒഴിക്കില്ല കേട്ടോ, എനിക്കിഷ്ടമല്ല പയറിൽ വെള്ളം ഒഴിക്കാൻ. ഇനി ഇവിടെ ഉപ്പേരി മുളക് വറുത്തപ്പുളിയൊക്കെ ആവുന്ന സമയം കൊണ്ട് മുട്ടയുടെ ആ തോടൊക്കെ ഒന്ന് പൊളിച്ച് കളഞ്ഞ് റെഡിയാക്കി കഴുകി വെക്കാം കേട്ടോ. ഈ ഉപ്പേരിയിലേക്കൊക്കെ അധികം ഉപ്പേരിയിലേക്കൊന്നും എനിക്ക് വെള്ളം ഒഴിച്ച് വേവിക്കാൻ ഇഷ്ടമല്ല. എന്ന് വെച്ചാൽ നമ്മൾ കായ അങ്ങനത്തേലേക്കൊക്കെ നമുക്ക് വെള്ളം ഒഴിക്കാം. അതുപോലെ നമ്മുടെ ചീരയിലേക്ക് ആയിക്കോട്ടെ പയറിലേക്ക് ആയിക്കോട്ടെ അങ്ങനെയുള്ള ഉപ്പേരിയിലേക്കൊന്നും എനിക്ക് വെള്ളം ഒഴിച്ച് വേവിക്കാൻ ഇഷ്ടമല്ല. ഉപ്പേരി ടേസ്റ്റ് പോയ പോലെ തോന്നും. നമ്മുടെ മുട്ടയൊക്കെ തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചു. അപ്പോഴേക്കും നമ്മുടെ മുളക് വറുത്തപ്പുളി അങ്ങോട്ട് റെഡി ആയിട്ടുണ്ട്. അതൊരു പാത്രത്തിലുമാക്കി അടച്ച് അങ്ങോട്ട് മാറ്റി അങ്ങോട്ട് വെച്ചു. ഇനി ആ ചട്ടി കഴുകിയിട്ട് നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് ചട്ടി എടുക്കാം കേട്ടോ. ആ ചട്ടിയിൽ ഇരിക്കണത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാനിവിടെ നെല്ലിക്കച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ നമ്മുടെ എന്താ പറയുക അച്ചാർ പൊടി ഇടാണ്ടായിരുന്നില്ല. അപ്പോൾ അതും കൂടെ കൂട്ടി വെച്ചതാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഉപ്പേരി ആയതും കൂടെ ഒരു പ്ലേറ്റിൽ മാറ്റി അങ്ങോട്ട് അടച്ച് മാറ്റി വെച്ചു. ഇനി നമുക്ക് മുട്ട മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ പാനിൽ തന്നെ ഒന്ന് ഉള്ളഴിഞ്ഞിട്ട് അതിനകത്ത് എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് മുളക് പൊടി, നമ്മുടെ എരിവിനനുസരിച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ചിക്കൻ മസാലപ്പൊടി, പാകത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഒന്ന് ആദ്യം ഈ ഒരു പൊടിയോളില്ലേ കുരുമുളക് പൊടി ഇട്ടോ, അത് ഞാൻ മറന്നുപോയേ. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മൂപ്പിക്കുക. വെച്ചാൽ കരിഞ്ഞു പോകരുത്. നല്ല സിമ്മിലാക്കിയിട്ട് ലോ സിമ്മിലാക്കിയിട്ട് എണ്ണ ഒഴിച്ചിട്ട് വേണം ഈ പൊടികളൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആ ഒരു പൊടി മൂത്ത് വരുമ്പോൾ നമ്മുടെ മുട്ട അല്ലേ അത് രണ്ടായിട്ട് കീറിയിട്ട് അതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഒന്നില്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഞാൻ വേറെ ടൈപ്പിൽ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, അങ്ങനെ ആക്കാം കേട്ടോ. എന്നിട്ട് ഇതിനകത്തേക്ക് മസാലയൊക്കെ ഒന്ന് ഏലക്കൊക്കെ ഒന്ന് പുരട്ടി റെഡിയാക്കി മിക്സ് ആക്കി വെക്കുക. നമുക്ക് നല്ല ചൊടി ഉണ്ടാവും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. എരിവൊക്കെ ഇഷ്ടമുള്ളവർക്ക്, നല്ല ചൊടിയിലൊക്കെ ഫുഡ് കഴിക്കണവർക്ക് ഇങ്ങനെയാണെങ്കിൽ നല്ല ഇഷ്ടമായിരിക്കും കേട്ടോ. ഞങ്ങൾക്ക് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. കുറച്ചധികം എരിവ് കൂട്ടുന്നവരായതുകൊണ്ട് ഞങ്ങൾ അത്യാവശ്യത്തിന് മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് വേപ്പിലയും കൂടെ ഒന്ന് വെതറി കൊടുത്തു. കുറച്ചധികം മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഈ മല്ലിച്ചപ്പും വേപ്പിലൊക്കെ ഇതിൽ കിടന്നിട്ട് ഇങ്ങനെ മുരിയുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലായിരിക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. എന്നിട്ട് തിരിച്ചും മറിച്ചു ഇട്ട് കൊടുത്തിട്ട് മൂപ്പിച്ചെടുക്കുക. ഇത് മതി കേട്ടോ നമുക്ക് ചോറുണ്ണാൻ വേണ്ടിയിട്ട്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതും അങ്ങോട്ട് റെഡിയായി. ഇനി അതൊക്കെ ഒരു പാത്രത്തിൽ നമുക്ക് മാറ്റി വെക്കാം. അതിന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതങ്ങോട്ട് സെറ്റ് ആയിക്കോളൂ കേട്ടോ. ഇനി നമുക്കൊരു 4 പപ്പടം ഇട്ടിരിക്കണം, അതും കൂടെ അങ്ങോട്ട് കാച്ചാട്ടോ. എല്ലാവർക്കും വിശന്നിട്ട് ഇങ്ങനെ പൊരിഞ്ഞിരിക്കുന്നുണ്ട്. എൻ്റെ അപ്പുറത്തുണ്ട് 2 കൂടെ ഇരിക്കണം. കാര്യമായിട്ട് വിശന്നുണ്ട് കേട്ടോ. നമ്മൾ പുറത്ത് പോയിട്ട് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ രാത്രിയിൽ ഫുഡും കഴിക്കില്ല, പിന്നെ കാശ് പോണ വഴി അറിയില്ല കേട്ടോ. അപ്പോൾ അത് കാരണം വീട്ടിൽ വന്നിട്ട് വേഗം ഇങ്ങോട്ട് ഫുഡുണ്ട് കഴിക്കാറുണ്ട് കേട്ടോ നമ്മൾ വല്ലപ്പോഴൊക്കെ. എപ്പോഴും നമുക്ക് വളാഞ്ചേരിയിൽ ഇറങ്ങുമ്പോൾ കഴിക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നിട്ട് 4 പപ്പടം കൂടെ അങ്ങോട്ട് കാച്ചിട്ട് നമുക്ക് വേഗം കിച്ചണൊന്ന് ഒതുക്കി വെച്ചിട്ട് അവർക്ക് ഫുഡ് കൊടുക്കാം. ഇതിൻ്റെ ഇടയിൽ അരാറൂട്ട് ബിസ്ക്കറ്റും കാര്യങ്ങളും പിന്നെ നേന്ത്രപ്പഴം ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ, അതൊക്കെ കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല, ഒരു സമാധാനം ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ ആയിട്ട് മതി എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ നിന്നേ ഉള്ളൂ. പപ്പടം കാച്ചി നമ്മളൊരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ട് ഇനി നമുക്ക് കിച്ചൺ ടേബും സ്റ്റൗവും എല്ലാം ഒന്ന് തുടച്ചെടുക്കാം. എന്താ വെച്ചാൽ ആ എണ്ണയും കാര്യങ്ങളും എല്ലാം ആയിട്ടുണ്ടാവും. എന്നിട്ട് നമുക്കിനി മേല് കഴുകി വന്നിട്ട് വേണം മാമുണ്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ പണി തീർത്താലാണല്ലോ നമുക്ക് അടുത്ത പരിപാടി ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ കണക്കുട്ടി പറഞ്ഞു, എന്നാൽ ഞാൻ ഏതായാലും ഇരുന്ന് പഠിക്കാം, എനിക്ക് വലിയൊരു വിശപ്പില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ആ സമയം കൊണ്ട് ഞാൻ നിങ്ങളുടെ ഒതുക്കട്ടെ, എന്നിട്ട് മതിയിലോ മേല് കഴുകാന്ന്. ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ രണ്ടാമത് ഈ പരിപാടിക്ക് നിൽക്കേണ്ടി വരും. അപ്പോൾ പിന്നെ അത് എന്തായാലും ചടപ്പല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്താക്കി എല്ലായിടം ഒന്ന് തുടച്ച് ക്ലീനാക്കി വൃത്തിയാക്കിയിട്ടു കേട്ടോ.
നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ഒരു തുടക്കൽ രാവിലെ മുതൽ തുടങ്ങിയതാണ് കേട്ടോ. കർക്കിടക സംക്രാന്തിയുടെ ക്ലീനിങ് ആയിരുന്നു കേട്ടോ രാവിലെ തുടങ്ങിയിട്ട് മൊത്തം. തുടക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇത് നമുക്ക് കുറച്ചധികം പാത്രങ്ങളുണ്ടായിരുന്നു കഴുകി വെക്കാൻ വേണ്ടിയിട്ട്. അത് കയ്യോടെ അങ്ങോട്ട് കഴുകി വെച്ചു. അല്ലെങ്കിൽ ഇനി നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ അതും ഇതും കൂടെ ആയിട്ട് ഒരുപാടുണ്ടാവും. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് ആകെ കൂടെ പ്രാന്തളകും. അപ്പോൾ അതുകൊണ്ട് എന്താക്കി വെച്ചാൽ പിന്നെ ഫുഡ് കഴിക്കുന്നത് അവരാരുടെ കഴിച്ചത് അങ്ങോട്ട് കഴുകി വെച്ചോളൂ കേട്ടോ. അങ്ങനെ ഉണ്ട്. അതുകൊണ്ട് പിന്നെ ഞാൻ കൂട്ടാൻ വേണ്ടി നിന്നില്ല. അത് അങ്ങോട്ട് കയ്യോടെ കഴുകി എന്നിട്ട് കിച്ചണൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ടു. വൈകിട്ട് ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ തുടക്കിയ കാരണം പിന്നെ വൈകിട്ട് കിച്ചണൊന്നും തുടക്കേണ്ട കാര്യമില്ല കേട്ടോ. മീനും കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവന്ന് ഉണ്ടാക്കുകയാണെങ്കിൽ ഞാനൊന്ന് തുടച്ചിടാറുണ്ട്. അതും ഞാൻ ഇങ്ങനെ നിലത്തൊന്നും ആക്കില്ല. വൈകിട്ട് തുടച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അധികം പിന്നെ ഒന്ന് തുടയ്ക്കാൻ വേണ്ടിയിട്ട് നിൽക്കാറില്ല. ഒന്ന് അടിച്ചു വാരിയിട്ടിട്ട് പുറത്ത് കളയില്ല, അവിടെ അങ്ങോട്ട് അടിച്ചു കൂട്ടി വെക്കും. ഇനി ഇതാ കൊടുത്തിരിക്കുന്ന പച്ചക്കറി അങ്ങോട്ട് ഒതുക്കി വെക്കാം. എല്ലാവരും രണ്ടാളും പഠിക്കുന്ന സമയത്ത് ഇരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഏതായാലും പഠിക്കട്ടെ. ആ സമയം കൊണ്ട് ഞാൻ ചെറുപ്പടേന്ന് തന്നെ ഈ കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. തക്കാളിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരു ചട്ടിയിലാക്കി വെക്കും. സവാളയും കിഴങ്ങൊക്കെ ഒരു പാത്രത്തിലാക്കും. ഇതിൽ ഞാൻ ഇങ്ങനെ പച്ചമുളക് ഇട്ട് വയ്ക്കാൻ ഓരോ പാത്രത്തിലാക്കി വെക്കുകയാണ് കേട്ടോ. വേഗം ചെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് അസലായിട്ട് വിശക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പണിയൊക്കെ സ്പീഡിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മല്ലിച്ചപ്പ് തന്നിട്ടുണ്ടായിരുന്നു. അത് ഏതായാലും നമുക്ക് ആവശ്യമുള്ള കാര്യമായതുകൊണ്ട് അതിൻ്റെ മൂടുഭാഗമല്ലേ, മണ്ണുള്ള ഭാഗമൊക്കെ ചെത്തിക്കളഞ്ഞിട്ട് അത് ഞാൻ ഒരു പാത്രത്തിലൊക്കെ ആക്കി വെച്ച് വേഗം പോയി മേലെ കഴുകി വന്നിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടോ. നമ്മുടെ മുട്ട മസാലയും പയറുപ്പേരി അച്ചാറും പപ്പടമൊക്കെ കൂട്ടിയിട്ട് മുളക് വറുത്തപ്പുളിയൊക്കെ കൂട്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ലോഗ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണണമെങ്കിൽ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നാളെ കാണാൻ എല്ലാവർക്കും ടാറ്റ ബൈ, സീ യു.